നമസ്കാരം. വിഷ്ണുമായി സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സനാതന ധർമ്മത്തിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് ആഗ്രഹിച്ച ഫലപ്രാപ്തിയിലേക്ക് നിങ്ങളെ നയിക്കുന്നുവെന്ന് പറയുന്നു. ശ്രീഹരിയെ ആരാധിക്കുന്നത് ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടുകയും ആഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നു. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിൻ്റെ ആരാധനയ്ക്ക് വളരെയധികം അനുകൂലമായ ദിവസമാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിലൂടെ ഉടൻ ഫലപ്രാപ്തി ലഭിക്കുമെന്നും ഭക്തർക്ക് എല്ലാവിധ സന്തോഷവും നൽകുമെന്നും വിശ്വസിക്കുന്നു. മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിലൂടെ മുൻജന്മത്തിലെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകുകയും പുണ്യഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിലൂടെ ദാമ്പത്യ വിജയവും സമ്പത്തും ലഭിക്കുന്നു. മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിലൂടെ ഫലങ്ങൾ എന്തെന്നും വീട്ടിൽ ഭഗവാനെ എങ്ങനെ ആരാധിക്കണമെന്നും നമുക്ക് നോക്കാം. വീട്ടിൽ വിഷ്ണു പൂജ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം പഞ്ചാമൃതം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഒരു പീഠത്തിൽ വയ്ക്കുക. ചന്ദനത്തിരി, വിളക്ക്, പൂക്കൾ എന്നിവ ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം 108 നാമങ്ങൾ ജപിക്കുക. വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നതിനുള്ള ഏറ്റവും നല്ല സമയം അതിരാവിലെ ബ്രഹ്മമുഹൂർത്തമാണ്. പുലർച്ചെ 4 മുതൽ 6 വരെയാണ് ഈ ബ്രഹ്മമുഹൂർത്തം. കുളിച്ച് ഒരു പായയിലോ മരകപ്പലയിലോ ഇരിക്കുക. മഹാവിഷ്ണുവിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. ഭഗവാന്റെ ദിവ്യരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. പൂജാമുറിയിൽ അല്ലാതെ മറ്റൊരിടത്തും ദൈവവിഗ്രഹം സ്ഥാപിക്കരുത്. കൂടാതെ അതിൻ്റെ പിൻഭാഗം കാണാത്ത വിധത്തിൽ സ്ഥാപിക്കണം. വിഗ്രഹത്തിൻ്റെ മുൻഭാഗം മാത്രമേ കാണാവൂ. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ സൂര്യ ഉദയത്തിന് മുമ്പ് അതിരാവിലെ എണീറ്റ് കുളിച്ച് ധ്യാനത്തിന് ശേഷം മഞ്ഞ വസ്ത്രം ധരിക്കുക. ഇതിനുശേഷം സൂര്യനാരായണന് മഞ്ഞൾ കലക്കിയ ജലം സമർപ്പിക്കുക. ഇതിനുശേഷം വിഷ്ണു വിഗ്രഹത്തെ കുളിപ്പിച്ച ശേഷം മഞ്ഞ വസ്ത്രം ധരിക്കുക. പൂജയിൽ മഞ്ഞ പുഷ്പങ്ങളും പ്രസാദത്തിൽ മഞ്ഞ നിറത്തിലുള്ള മധുരപലഹാരങ്ങളും സമർപ്പിക്കുക. മഹാവിഷ്ണുവിൻ്റെ ആരാധനയിൽ മഞ്ഞൾ തിലകം ഉപയോഗിക്കുക. ഇത് പ്രസാദമായി നെറ്റിയിൽ പുരട്ടുകയും ചെയ്യുക. ഈ മഞ്ഞൾ നിവേദ്യം മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നൽകുമെന്നും സന്തോഷവും ഭാഗ്യവും നൽകുമെന്നും വിശ്വസിക്കുന്നു. ഇതിനു ശേഷം തുളസിയോ ചന്ദനമാലയോ ഉപയോഗിച്ച് വിഷ്ണു മന്ത്രങ്ങളും ഒരു ജപമാലയെങ്കിലും ജപിക്കുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് നല്ലതാണ്. പാൽ, നെയ്യ് മുതലായ ഉപയോഗിച്ചാണ് പൂജകളൊക്കെ നടത്തുന്നത്. ആ ദിവസം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ഈ ദിവസം ശ്രീമദ് ഭാഗവതം വായിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് മൂലം സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നതിനും എല്ലാവിധ ദോഷങ്ങൾ നീങ്ങുമെന്നും വിശ്വസിക്കപ്പെടുന്നു. എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി എല്ലാവർക്കും സുഖവും സൗകര്യങ്ങളും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.